ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു മിനി ഒക്ടോപസിനെ എങ്ങനെ ക്രോഷേ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അക്രിലിക് ആണ്. പിന്നെ 3.5 mm ക്രോഷേ ഹുക്കും എടുത്തിട്ടുണ്ട്. ഒരു സിസർ വേണം, പിന്നെ 2 ഐസ് വേണം, നീഡിലും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കറും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മാജിക് സർക്കിളാണ് ചെയ്യേണ്ടത്. ഇനിയും ഈ മാജിക് സർക്കിളിന് ഉള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യണം. 1 2 3 6. ഇനി ഈ റിംഗ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ മൊത്തം 6 സിംഗിൾ ക്രോഷയാണ് നമുക്ക് വേണ്ടത്. ഇനിയും രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടിൽ എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ വീതം ചെയ്യണം. അതായത് ആദ്യത്തെ സ്റ്റിച്ചിലും 2 എണ്ണം. നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ ചെയ്യുമ്പോഴത്തേനും ആ സ്റ്റിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് മാർക്കർ കൊടുക്കുക ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക്. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യണം. അതേപോലെ എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതമാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഇത് നമ്മളൊന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. ഇത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതാണ്, അത് കൂട്ടണ്ട. നമ്മൾ ഈ റൗണ്ടിൽ, അതായത് രണ്ടാമത്തെ റൗണ്ടിൽ 12 സ്റ്റിച്ചസ് വേണം ഫുള്ളും. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ആ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് മൊത്തം 12 സിംഗിൾ ക്രോഷ ഉണ്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ ചെയ്തു. രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ ചെയ്യണം. 2 എണ്ണം ചെയ്തു. ഇനിയും എല്ലാ സ്റ്റിച്ചിലും ഇത് റിപ്പീറ്റ് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്, അതായത് 2 സിംഗിൾ ക്രോഷേ. ഇതാണ് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് എപ്പോഴും വെച്ചോണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും, ആ സ്റ്റിച്ചിൻ്റെ എണ്ണം തെറ്റിപ്പോവും. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ 2 സിംഗിൾ ക്രോഷേ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേനും മൊത്തം 18 സിംഗിൾ ക്രോഷേ നമുക്ക് വേണം. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ടത് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെ റൗണ്ടിലും എല്ലാ സ്റ്റിച്ചസിൽ കൂടിയും ഒരു സിംഗിൾ ക്രോഷേ വീതമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സ്റ്റിച്ച് മാർക്കർ വയ്ക്കുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്തത് 1. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇത് 4ാമത്തെ റൗണ്ടാണ്. അതേപോലെ തന്നെ 5ാമത്തെയും 6ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുക. 4ഉം 5ഉം 6ഉം എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം. 6ാമത്തെ റൗണ്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇപ്പം നമുക്ക് മൊത്തം 18 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി ചെയ്യാൻ പോകുന്നത് 7ാമത്തെ റൗണ്ടാണ്. 7ാമത്തെ റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതായത് നമ്മൾ ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ വയ്ക്കുക. അതിനുശേഷം അടുത്തത് ചെയ്യാൻ പോകുന്നത് ഡിക്രീസ് ആണ്. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3ാമത്തെ റൗണ്ടിൽ ചെയ്തത് ഇൻക്രീസ് ചെയ്യുക ചെയ്തത്, അതായത് അതിൻ്റെ വീതി കൂട്ടുക ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് വരണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഉള്ള 18 സ്റ്റിച്ചിൽ നിന്ന് നമുക്ക് എണ്ണം കുറയ്ക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 സ്റ്റിച്ചും കൂടെ ഒരുമിച്ച് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ലൂപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഈ ഒരു ലൂപ്പും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ 2 ഉള്ളിൽ കൂടിയല്ല ചെയ്യാൻ പോകുന്നത്.
ഇങ്ങനെ ഉള്ളിൽ കൂടി അല്ല ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ ലൂപ്പിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡിക്രീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ഇങ്ങനെ, അതിനുശേഷം അടുത്ത സിംഗിൾ ക്രോഷ് അടുത്ത കിടക്കുന്ന സ്റ്റിച്ചിലെ അടുത്ത സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പിൽ ആദ്യം ഇറക്കുക. അപ്പോൾ പിന്നെയും 2 ലൂപ്പ് ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. അതിനുശേഷം ആ 2 ലൂപ്പിൽ കൂടി വീണ്ടും ഇറക്കുക. ഇതാണ് ഒരു ഡിക്രീസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും, സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തത് ഡിക്രീസ്, അതായത് ഈ സ്റ്റിച്ചിലേക്ക് കയറ്റി, അതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ആ ഒരു ഇതിലേക്കും കയറ്റി, എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുത്തു. പിന്നെ 2 ലൂപ്പ് ഉണ്ടാവും, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തെടുത്തു. അങ്ങനെ ഇത് കംപ്ലീറ്റും ചെയ്യാം. ലാസ്റ്റ് വരുമ്പോഴത്തേനും നമുക്ക് ഡിക്രീസ് ആയിരിക്കും ചെയ്യാൻ വരുന്നത് ഈ റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തി. അപ്പം ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ 2 സ്റ്റിച്ചാണുള്ളത്. ആ 2 സ്റ്റിച്ചിലേക്ക് ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തു, അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തു, 2 ലൂപ്പിലേക്ക് ഇറക്കി, വീണ്ടും 2 ലൂപ്പിലേക്ക് ഇറക്കി. ഇത് സ്ലിപ്പ് സ്റ്റിച്ചാണ്, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി അടുത്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇത് കണ്ടില്ലേ? അപ്പം നമ്മുടെ ആ ഒരു സർക്കിള് ചെറുതായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറുതാവാൻ വേണ്ടിയാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒക്ടോപ്പസിന് ഐ വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി 5ാമത്തെ റൗണ്ടിൻ്റെ ഒരു ഇവിടെയായിട്ട് നമ്മൾ ആദ്യത്തേത് വെക്കാം. ഞാനിപ്പോൾ വെക്കുന്നത് ഇതാണ്. ഇതെനിക്കിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് വെക്കണം. ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് 1, 2, 3, 4, 5. 5ാമത്തേതിനും 6ാമത്തേതിനും ഇടയിലായിട്ടാണ്. ഇതാണ് 5ാമത്തെ സ്റ്റിച്ച്. അപ്പം ഈ സ്റ്റിച്ചിന് ഇടയിലായിട്ട് വയ്ക്കാം, ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇത് ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് 1, 2, 3 3 കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇവിടെ ആയിട്ട് ഞാൻ വയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് 8ാമത്തെ റൗണ്ടാണ്. 8ാമത്തെ റൗണ്ടിൽ ചെയ്യേണ്ടത് 7ാമത്തെ റൗണ്ട് ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡിക്രീസ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ കൊടുക്കുക. ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. അതിനുശേഷം അടുത്തത് ഡിക്രീസ് ചെയ്യുക. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ആ ഒരു ഇതിലേക്ക് എടുക്കുക. അതിനുശേഷം 2ാമത്തെ സ്റ്റിച്ചിൻ്റെ അതിനുള്ളിലേക്ക് ലൂപ്പിൽ കൂടി എടുക്കുക. എന്നിട്ടിങ്ങനെ ആദ്യത്തെ 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സിംഗിൾ ക്രോഷ ചെയ്യുക. പിന്നെ അടുത്തത് ഡിക്രീസ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ സർക്കിൾ വീണ്ടും ചെറുതായി. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടാണ് ചെയ്യാനുള്ളത്. അതായത് ഒക്ടോപ്പസിൻ്റെ ഞാൻ കാണിച്ചു തരാം. ആ ടെൻറ്റിക്കിൾ ചെയ്യേണ്ടത്, അതായത് ഈ ഭാഗം 6 ചെയിൻ ഇടണം. 1, 2, 3, 4, 5, 6. ഹുക്കിൽ നിന്നും 2ാമത്തെ ചെയിനിലേക്ക് 2 സിംഗിൾ ക്രോഷ ചെയ്യുക. 1, 2. അതേപോലെ ബാക്കിയുള്ള എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷ വീതം ചെയ്യുക. അപ്പം നമുക്ക് ഈ ചെയിനിലെല്ലാം കൂടി 2 സിംഗിൾ ക്രോഷ ചെയ്യുമ്പോൾ മൊത്തം 10 സിംഗിൾ ക്രോഷ ഉണ്ടാവും. ലാസ്റ്റിലത്തെ ചെയിനിലാണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും 2 എണ്ണം വീതം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണം വീതം ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ കാണുന്ന അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, അതായത് മുമ്പേ നമ്മൾ ഡിക്രീസ് ചെയ്തപ്പം ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പിലേക്ക് എടുക്കുക, അതായത് 2 ലൂപ്പിലും എടുക്കേണ്ട, ഫ്രണ്ട് ലൂപ്പിലേക്ക് എടുത്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമുക്ക് ഒക്ടോപ്പസിൻ്റെ ഒരു ടെൻഡക്കിളായി. അതുപോലെ നമുക്ക് 8 എണ്ണം ചെയ്യണം. ഇതേപോലെ തന്നെയാണ്
ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അവിടുന്ന് തന്നെ നമ്മൾ 1 2 3 4 5 6 ചെയിൻ ഇട്ടു. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഈ എല്ലാ ചെയിനിലും, അതായത് രണ്ടാമത്തെ ചെയിനിൽ നിന്നും തുടങ്ങണം. ഈ ഹുക്കിൽ നിന്നും ആദ്യത്തെ എടുക്കില്ല, രണ്ടാമത്തെ ചെയിനിൽ നിന്നും തുടങ്ങി ലാസ്റ്റ് ചെയിൻ വരെ എല്ലാത്തിലും 2 എണ്ണം വീതം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ മൊത്തം 8 എണ്ണം നമുക്ക് വേണം. അപ്പം ഞാനിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഏറ്റവും ലാസ്റ്റത്തേതിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ താഴേയിലേക്ക്, ആദ്യം ചെയ്തതിൻ്റെ താഴത്തെ ആ ഒരു സ്റ്റിച്ചിലേക്ക് വേണം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒരു ചെയിൻ 1 ഇടുക. എന്നിട്ട് നമ്മളൊന്ന് നമുക്ക് കുറച്ച് കൂടുതൽ തയ്ച്ച് വെക്കാനുണ്ട്. അപ്പം കുറച്ച് നീളമുള്ള യാൺ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വലിക്കുക. കാരണം നമുക്ക് ഇത് കണ്ടില്ല, ഈ ഹോൾ ഇനിയും തയ്ച്ച് വെക്കാനുണ്ട്. ഇവിടെ കിടക്കുക ഹോള്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗ്യാപ്പ് അടയ്ക്കണം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് സ്റ്റഫ് ചെയ്യണം. ഞാനിപ്പം ഇതിനകത്ത് പഞ്ഞിയാണ് വെക്കുന്നത്. പഴയ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വെച്ചാൽ മതി. നല്ല പഞ്ഞി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഇതേപോലെ ഇതാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഹുക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഹുക്ക് വെച്ച് കുത്തി കൊടുക്കുമ്പോഴത്തേനും സ്റ്റിച്ചിലൊന്നും പെടാതെ നോക്കണം. ഞാനിപ്പം അത്യാവശ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് മൊത്തം തയ്ച്ച് വെക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വലിയത് കട്ട് ചെയ്ത് വെക്കണമെന്ന്. ഇതൊന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം. ഇത് തയ്ച്ച് വെക്കുമ്പോഴത്തേനും നമ്മൾ ഓരോ സ്റ്റിച്ചിലേക്കും ഇങ്ങനെ തയ്ച്ചാൽ മതി. ആദ്യം എല്ലാ ഓരോ സ്റ്റിച്ചിലേക്കും നമ്മൾ റൗണ്ടിൽ തയ്ച്ച് വരിക. അപ്പോൾ അതങ്ങ് ക്ലോസ് ആയിക്കോളൂ. ഞാനിപ്പോൾ കംപ്ലീറ്റും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് ഇനി ഊരി പോവില്ല. അതിനുശേഷം നമ്മൾ അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ മിനി ഓക്ടോപ്പസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ ഹുക്കും വലിയ യാണും ഒക്കെ വെച്ച്, അതുപോലെ ഈ സർക്കിളൊക്കെ കൂടുതലായിട്ട് വലുതാക്കി റൗണ്ട്സ് കൂടുതൽ ചെയ്യുവാണെങ്കിൽ വലുത് കിട്ടും. പക്ഷേ ചെറുതല്ലേ ക്യൂട്ടായിട്ടുള്ളത് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഇതുപോലുള്ള പുതിയ പ്രോജക്റ്റുമായിട്ട് വരാം. ബൈ.